സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി ഹൈറേഞ്ച് മേഖലയിലെ യാത്രക്കാർക്ക് പൂർണ്ണതോതിൽ പ്രയോജനപ്പെടില്ലെന്ന് ആശങ്ക. ആവശ്യത്തിന് ഓർഡിനറി സർവീസുകൾ ഇല്ലാത്തതാണ് പ്രധാന കാരണം. KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർഫാസ്റ്റ്, മറ്റ് ഉയർന്ന നിരക്കുള്ള സർവീസുകളാണ് ചില റൂട്ടുകളിലും കൂടുതലായി സർവീസ് നടത്തുന്നത്. സൗജന്യ യാത്ര ആനുകൂല്യം ലഭിക്കുന്നത് ഓർഡിനറി സർവീസുകളിലായതിനാൽ ജോലി, പഠനം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദിവസേന യാത്ര ചെയ്യുന്ന നിരവധി സ്ത്രീകൾക്ക് നിർബന്ധിതമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഗ്രാമീണ മേഖലകളിൽ നിന്ന് പട്ടണങ്ങളിലേക്കുള്ള പല റൂട്ടുകളിലും ഓർഡിനറി സർവീസുകളുടെ എണ്ണം വളരെ കുറവാണെന്നതാണ് യാത്രക്കാർ പറയുന്നത്. ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന റൂട്ടുകളിൽ കൂടുതൽ ഓർഡിനറി സർവീസുകൾ അനുവദിച്ചാൽ മാത്രമേ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിയുടെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുകയുള്ളൂവെന്നാണ് യാത്രക്കാർ പറയുന്നത്. അതായത് കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള യാത്ര സൗജന്യമാക്കിയത് തികച്ചും സ്വാഗതാർഹമാണ്. പക്ഷേ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ KSRTC ഓർഡിനറി ബസ്സുകൾ കുറവാണ്. അപ്പോൾ ആ ബസ്സിന്റെ ദൗർലഭ്യം പരിഹരിക്കാൻ സർക്കാർ ഒരു നടപടി സ്വീകരിക്കണം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ സ്ത്രീകൾ കൂടുതലും കൃഷിക്കാരാണ്, കൃഷിപ്പണിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് ഇങ്ങനൊരു സൗജന്യ യാത്ര കിട്ടിയത് വളരെ 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 നല്ല കാര്യമാണ്. സർക്കാരിനെ അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും നിലവിലെ സർവീസുകളുടെ സമയക്രമം പുനഃപരിശോധിക്കണമെന്നും വിവിധ യാത്രാ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് KSRTC അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.